ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ കുഞ്ഞൻ ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാനിന്നുണ്ടല്ല ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണ് നമുക്കൊന്ന് നോക്കാം അല്ലേ. അങ്ങോട്ടെല്ലാം മഴയുണ്ടാ? ഇവിടെ ഭയങ്കര മഴയാണ്. രാവിലെ മഴയായിരുന്നു. ഒരു സമയം റെസ്റ്റില്ലാത്ത മഴയാണ്. ഒരു ഇതുമില്ല. നോക്കിയട്ടെ, അത് മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ, പുറത്തിറങ്ങാൻ പറ്റാത്ത മഴ. അപ്പം നമുക്ക് എന്താണ് ആക്കുന്നതെന്ന് നോക്കാം അല്ലേ. എന്നാൽ എല്ലാവർക്കും ഒന്ന് കാണാലോ. വാ, എൻ്റെ കൂടെ വാ. എല്ലാവർക്കും എന്താണെന്ന് നമുക്ക് നോക്കാലോ. വാ. നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണേ. ഇതെന്ന് വെച്ചാൽ ഇതെല്ലാവർക്കും അറിയാലോ, ചക്കയാണേ, വരിക്കച്ചക്ക. അപ്പം ഈ വരിക്കച്ചക്ക ഞാൻ പൊരിച്ചെടുക്കാനാണ് പോകുന്നത്. നമ്മൾ പഴം പൊരിക്കുന്നില്ലേ, അതുപോലെയാണേ. അതിന് ഞാൻ ലേശം മൈദ എടുത്തിട്ടുണ്ട്. മൈദയിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കും. ഇതിൽ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഞാനേ, കുറച്ച് ലേശം മതി. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മതി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് വെള്ളം ഒഴിച്ചിട്ട് എല്ലാം കൂടെ കുഴച്ച് നല്ല ഇതിന് വേണ്ട രൂപത്തിലാക്കിയെടുക്കാം. നന്നായിട്ട് ഇനി ഒന്ന് കുഴച്ച് കൊടുക്കുക. എന്നുവെച്ചാൽ മുക്കി പൊരിച്ചെടുക്കുന്നതല്ലേ. അപ്പം നമ്മൾ പഴംപൊരിക്ക് കുഴക്കുന്ന പോലെ തന്നെയാണ് ഞാനിത് കുഴച്ച് കൊടുക്കുന്നത്. നമുക്കിതിനൊന്ന് കുഴച്ചെടുക്കാം. അങ്ങനെതാ ഇതെല്ലാം ഞാനിങ്ങനെ മാവിങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. മൈദ ഇങ്ങനെ കുഴച്ചെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇതായി ചക്കേനെ ഇട്ട് കൊടുക്കാം. ചക്കച്ചുളയിൽ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നല്ല വരിക്കച്ചക്ക, നല്ല മധുരമെല്ലാം ഉള്ളതാണ് കേട്ടോ. നല്ല മധുരമുണ്ട്, നല്ല ടേസ്റ്റിലെ വരിക്കച്ചക്ക. നമുക്കുണ്ടല്ല മോനേട്ടനെല്ലാം ചക്ക ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ വെക്കുന്നതെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് ഞാൻ വെച്ചതിൻ്റെ ബാക്കി ഒരു കഷ്ണം ഉണ്ടായിനെ. അപ്പോൾ അത് വരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വെച്ചാൽ പഴുപ്പിച്ചിട്ട് തിന്നാന്ന് വെച്ചു. അപ്പം എനിക്ക് തോന്നി എന്നാൽ പിന്നെ ഇങ്ങനെ ആക്കാം, നമുക്ക് അങ്ങനെ പൊരിച്ചെടുക്കാമെന്ന് വെച്ചു. അതുകൊണ്ട് ഇത് നല്ല മഴയും അല്ലേ. അപ്പം മഴ ഇങ്ങനെ കാണുമ്പോൾ എന്തെങ്കിലും ചൂടിൽ എന്തെങ്കിലും തിന്നണമെന്ന് തോന്നും. അപ്പം ഇത് വേഗമായില്ലേ ഇങ്ങനെ ഉണ്ടെങ്കിൽ. അപ്പം ഇനി ഇത് നമുക്ക് അടുപ്പിൽ വെച്ചിട്ടൊന്ന് പൊരിച്ചെടുക്കാം അല്ലേ. ഇന്ന് അടുപ്പിലാണേ. എന്നാന്നല്ലേ നമ്മളെ ഗ്യാസും തീർന്നുപോയി. രാവിലെ തന്നെ ഇഞ്ചക്ഷൻ കുക്കർ ഉണ്ടായിന്, അതാണ് കേടുമായി. അപ്പോൾ ഇനിയിപ്പോൾ രക്ഷ എന്നാ അടുപ്പേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളിന്ന് അടുപ്പിലാക്കുന്നത്. അടുപ്പിലാക്കാം. അങ്ങനെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടേ. ഇനി നമുക്കിതിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലാക്കുന്നേ. ഓയിൽ ഒഴിച്ചിട്ടെ. ഇനി ഈ ഓയിലൊന്ന് കുറച്ച് ചൂടായി വരട്ടെ. ചൂടായിട്ടാകുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇനി വേണമെങ്കിൽ ഒന്ന് നോക്കാം ചൂടായിനൊന്ന് കേട്ടോ. അത് നോക്കുന്നത് ലേശം ഇതിൽ നിന്ന് മാവെടുത്തിട്ട് ഇതാ ഒന്നിങ്ങനെ എടുത്താൽ മതി. നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ഇങ്ങോട്ട് ഇടാം കേട്ടോ. ഇതാ കോരിയിട്ട് ഇതാ സതി 2-3 ഇടാം. ഇങ്ങനെ ആക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല രസമാണ്. നമുക്കെല്ലാം ഇഷ്ടമാണ് ഇങ്ങനെ ആക്കി കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളെല്ലാം വീട്ടിൽ ഇങ്ങനെ ആക്കുന്നുണ്ടാവുമായിരിക്കും അല്ലേ. ഇനിയിപ്പോൾ കുറച്ചും കൂടി ഇങ്ങനെ മഴയിൽ നല്ല കുറേ അങ്ങോട്ടാകുമ്പം ചക്കയൊന്നും കിട്ടൂലല്ലോ. ഇനിയിപ്പം വേനിക്കാലാവണ്ടേ. ഇനി ആദ്യം നല്ലോണം തിളച്ചിന് എണ്ണയും നല്ലോണം ചൂടായി നന്നായിട്ടുണ്ട്. കുറച്ച് സമയം വെക്കണം. ഇനി നമുക്ക് ഇതിനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അല്ലേ. ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ആ മറിച്ചിടുന്നത് എല്ലാ ഭാഗവും ഒരുപോലെ ആവാൻ വേണ്ടിയിട്ടാണ്. ഈ കത്തിൽ കുറച്ച് കുറവുണ്ട്, അതാണ്. അങ്ങനെതാ ഇതാവാനായിട്ടുണ്ട് കേട്ടാ. ഏകദേശമായി. ഒന്നും കൂടി ഒന്ന് ഇതായിട്ടാകുമ്പോൾ നമുക്ക് വാങ്ങേ. അതിന് ഇത്രയും അധികമാകുമ്പോൾ നമുക്ക് ഭയങ്കര ഉറപ്പായിരിക്കും കഴിക്കാൻ. പിന്നെ ചില ആൾക്കാർ ഇതിൻ്റെ അകത്ത് അപ്പക്കാരം കൂട്ടുവേ. നമ്മൾ അപ്പക്കാരൊന്നും കൂട്ടിയിട്ടില്ല. നമ്മൾ വീട്ടിൽ നിന്ന് ആക്കുന്നതല്ലേ. വീട്ടിൽ നിന്ന് ആക്കുന്നതിന് നമുക്ക് അപ്പക്കാരൊന്നും ഇനി എങ്ങനെയായാലും നമ്മൾ അപ്പക്കാരൊന്നും കൂട്ടിയില്ല. അതൊന്നും ഇഷ്ടമല്ല അപ്പക്കാരൊന്നും കൂട്ടുന്നത്. നല്ല ഇങ്ങനെ
ഇതായിട്ടുള്ളത് മതി. അങ്ങനെ ഇത് വാങ്ങി എടുത്തിട്ടുണ്ട്. ഒന്നും കൂടി ഒഴിച്ചു കൊടുത്താൽ നമുക്ക് ഇവിടെ ഒരു വെളിച്ചത്തിൻ്റെ രാത്രിയാണ്, അപ്പം വെളിച്ചത്തിൻ്റെ ചെറിയ പ്രശ്നമുണ്ട്. അത് കിട്ടണ്ടേ ശരിക്കും കിട്ടാൻ, അതാണ് നമുക്ക് ഇങ്ങനെയെല്ലാം ആക്കാൻ രാത്രിയെ സമയമില്ല, പകലൊന്നും സമയമില്ലല്ലോ, അതുകൊണ്ട് നമ്മളെല്ലാം രാത്രി ആക്കല്. പകലെല്ലാം പോയി എല്ലാകുമ്പോഴത്തേക്ക് വൈകും വരുമ്പോൾ. പിന്നെ മഴക്കൊന്ന് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല, ഞാൻ പറയും ഭയങ്കര ഒച്ചയാണ്, മഴയെല്ലാം ഭയങ്കര മഴയാണ്. അങ്ങനെ ഇത് വാങ്ങുന്നുണ്ടേ. അങ്ങനെ നമ്മൾ മഴ അങ്ങനെ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുന്ന ചക്കേനെ കൊണ്ട് നമ്മളിങ്ങനെ പൊരിച്ചുകൊണ്ട് നിൽക്കുന്നു. നല്ല കാറ്റെല്ലാം ഉണ്ടേ, ആ മേലത്തെ മാവിൻ്റെ കൊമ്പെല്ലാം പൊട്ടിയിട്ട് താഴേക്ക് വന്നിട്ടുണ്ട്. നല്ല കാറ്റുമുണ്ട്, നല്ല മഴയുമാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ ചക്കേനെ കൊണ്ട് ഇങ്ങനെ ഒരു പൊരി ആക്കിയെടുക്കാം. പഴംപൊരി എന്നെല്ലാം പറയുന്നില്ലേ, അതുപോലെ ഇതാ ചക്കപ്പൊരി. അപ്പം നമ്മുടെ ചക്കപ്പൊരിയുടെ റെഡി ആയിട്ടുണ്ടേ. ഇതാ കണ്ട, നല്ല പൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടാ. നിങ്ങളെല്ലാം ഇങ്ങനെ ഉണ്ടാക്കലില്ല വീട്ടില്? ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടാ. വരിക്കച്ചക്ക കൊണ്ട് ആക്കേണ്ടതേ. ഒന്ന് നാളെ തന്നെ ഒന്ന് ആക്കി നോക്കണേ, നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ആക്കി നോക്കിയാൽ ചൂടില്ലത് കഴിക്കണം കേട്ടാ. നല്ല മഴയാണ് പുറത്ത്, അപ്പൊ ചൂടില്ല ചക്കപ്പൊരി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പൊ നിങ്ങളെ വീട്ടിൽ ഇങ്ങനെ ആക്കുവാണെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടിനെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.